മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാമാഘമഹോത്സവം ഇവിടെ നടത്താൻ കഴിയുമെങ്കിൽ, ഒരു കുംഭമേള ഇവിടെ നടത്താൻ കഴിയുമെങ്കിൽ, പിണറായി വിജയനോടും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും ഒക്കെ പറയാനുള്ളത്, പാർട്ടിയോടുള്ള അമിതമായ കൂറോ പാർട്ടിയോടുള്ള തന്റെ വിശ്വാസം കാണിക്കാനോ ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ തളി ക്ഷേത്രത്തിന്റെ ഒരു ഓട് ഇളക്കാൻ, ഒരു മണൽത്തരി കൊണ്ടുപോകാൻ ഈ കേരളത്തിലെ ഹൈന്ദവ സമാജം നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് നേരെ ദുഷ്ടബുദ്ധിയോടെയുള്ള നിങ്ങളുടെ നോട്ടം അതങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. തളിക്ഷേത്രത്തെ തൊട്ടുകൊണ്ടുള്ള ഒരു കളി വേണ്ട. തളിക്ഷേത്രത്തെ മാത്രമല്ല, ഇനി കേരളത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തെയും നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ അനുവദിക്കില്ല. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി ചോരയൊഴിക്കലാണ് ഒരേ ഒരു വഴിയെങ്കിൽ ഈ സർക്കാരിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ പറയുകയാണ്, ഹിന്ദുവിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഈ ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി ചെലവാക്കാൻ ഹിന്ദു സമൂഹം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ CPM-ന്റെ നേതൃത്വത്തോടും അതേപോലെ ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരോടും ഒക്കെ പറയുന്നത്, ഹിന്ദുവിന്റെ ഈ പോരാട്ടത്തെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി ഏതാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. Jamjoom Hypermarket, exceeding expectations. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ആരാധനാലയങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനായി പൊരിവെയിലത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടാണ് ഹിന്ദുക്കൾക്കെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഇവിടെ ക്ഷേത്രം ഉയരാതിരിക്കുവാൻ ശ്രമിച്ചവർ മഹത്തായ ക്ഷേത്രം ഉയർന്നപ്പോൾ ഇന്ന് ക്ഷേത്രം പിടിച്ചടക്കി നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും EMS സർക്കാരിന്റെ അതേ പിന്തുടർച്ചയാണ് ഇന്നത്തെ പിണറായി സർക്കാർ നടത്തുന്നതെന്നും RV ബാബു. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളുടെ അവകാശം നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഈ ക്ഷേത്രം ഉയർന്നു വന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും സർക്കാരിന്റെ സഹായത്തോടെ, ഏതെങ്കിലും സർക്കാരിന്റെ നയാ പൈസയുടെ സഹായത്തോടെയാണോ തളിയിലെ ക്ഷേത്രം ഉയർന്നു വന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 1967 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് തളി ക്ഷേത്രത്തിന്റെ വിമോചനം സമരം ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നടന്ന സമരമാണ്. പട്ടി പാത്തുന്ന കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പതിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അന്ന് തളി ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ കേളപ്പതിയുടെ നേതൃത്വം നടത്തിയ ഐതിഹാസികമായ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് അന്നത്തെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റാണ്. ഇവിടെ ഒരു ക്ഷേത്രം ഉയരാതിരിക്കാൻ ശ്രമിച്ചവർ ഇന്ന് ക്ഷേത്രം ഉയർന്ന് നിത്യേന നൂറുകണക്കിന് ഭക്തന്മാരെത്തുന്ന മഹത്തായ ഒരു ക്ഷേത്രമായി ഉയർന്നപ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അന്ന് ക്ഷേത്രത്തിനെതിരെ അണിനിരുന്നവർ ഇന്ന് ആ ക്ഷേത്രം പിടിച്ചടക്കി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പുറത്തു നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് കഴിയാതെ വന്നപ്പോൾ അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് കേളപ്പതിയെ ജയിലിലടച്ചു. ഈ തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി, ഹിന്ദുക്കളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങിയ വന്ധ്യവയോധികനായ കേളപ്പതിയെ ജയിലിലടച്ച നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ അതേ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഇന്നത്തെ പിണറായി ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്താണ്? പിണറായി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ സർക്കാർ ശ്രമിക്കുന്നത് ഈ തളി ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന, ഈ തളി ക്ഷേത്രത്തെ പരിപാലിക്കുന്ന ആളുകളെ അവരെ നിശബ്ദരാക്കാൻ, അവർക്കെതിരെ ബോധപൂർവമായ കേസുകളെടുത്ത് അവരെ ജയിലിലടക്കാൻ വേണ്ടിയാണ് നമ്മളെയൊക്കെ ഈ സമരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. വീണ്ടും ഒരു ഐതിഹാസികമായ തളി ക്ഷേത്ര സംരക്ഷണ സമരത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കേണ്ടിയിരിക്കുകയാണ്. ഐതിഹാസിക കേളപ്പതി തുടക്കം കുറിച്ച ആ സമരത്തിന്റെ ജ്വാലയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രണ്ടാം ഐതിഹാസിക സമരത്തിന്, തളി ക്ഷേത്ര സംരക്ഷണ സമരത്തിന് നമ്മൾ തുടക്കം കുറിക്കേണ്ടിയിരിക്കുകയാണ്. അതിന്റെ ഒരു ആരംഭമാണ് ഇപ്പോ ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. ഇനിയും ക്ഷേത്രങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാനുള്ള
ശ്രമമായി നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ ബിജുവിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇനി ഈ തരത്തില് ക്ഷേത്രങ്ങളുടെ മുന്നിലേക്ക് ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള തിട്ടൂരവുമായി നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളിരിക്കുന്ന കസേരയിലേക്ക്, നിങ്ങളിരിക്കുന്ന ഓഫീസിലേക്ക് ആയിരക്കണക്കിന് ഭക്തന്മാർ കടന്നു വരും. നിങ്ങളുടെ ആ ഓഫീസ് കെട്ടിടത്തിനകത്ത് നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കും. തെരുവിൽ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ടി.സി. ബിജു, ഇത് ഹിന്ദു ഐക്യവേദി നിങ്ങൾക്ക് നൽകുന്ന താക്കീതാണ്. യാതൊരു സംശയം വേണ്ട. ടി.സി. ബിജുവിന് മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർക്ക് തെരുവിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇവിടുത്തെ ഭക്തന്മാർ സൃഷ്ടിക്കും. യാതൊരു സംശയവും വേണ്ട. ഇനിയും ഇത് സഹിക്കാൻ സാധ്യമല്ല. ഇതെന്തോ മര്യാദയാണ്? ഇതെവിടുത്തെ നീതിയാണ്? എന്നിട്ട് നിയമത്തിന്റെ വകുപ്പ് പറയുക, ആക്ട് ഉണ്ട് എന്ന് പറയുക. നിങ്ങളുണ്ടാക്കിയ ആക്ട്, നിങ്ങളുണ്ടാക്കിയ കുറെ നിയമങ്ങൾ, ആ നിയമം അനുസരിച്ച് ഇവിടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ നിങ്ങൾ കടന്നു വരിക. ഇതിനെല്ലാം ഞങ്ങൾ നിന്നു തരണം എന്നാണ്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ പടുത്തുയർത്തപ്പെട്ടത് ഇവിടുത്തെ ഭക്തന്മാരുടെ വിയർപ്പ് കൊണ്ടാണ്. അവര് മുണ്ട് മുറുക്കിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ് ക്ഷേത്രങ്ങളുടെ വഴിപാടായിട്ട് വരുന്നത്. ഇന്നിപ്പോ എന്താ നടക്കുന്നത്? ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ടവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന സാഹചര്യമാണ്. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരായാണ് നാമജപ പ്രതിഷേധ ഉപവാസം സംഘടിപ്പിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ.വി. ബാബു നിർവഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സനാതന ധർമ്മവിശ്വാസികളെയും ഭക്തജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ നാമജപ പ്രതിഷേധ ഉപവാസം സംഘടിപ്പിച്ചത്. നിരവധി വിശ്വാസികളാണ് നാമജപ പ്രതിഷേധ ഉപവാസത്തിൽ പങ്കെടുത്തത്. വരുമാനമുള്ള ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്ന ദുഷ്ടചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തെയും നോട്ടമിട്ടിരിക്കുകയാണെന്നും ക്ഷേത്രം ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് വിട്ടു നൽകില്ലെന്നും അതിനുവേണ്ടി എന്തു ചെയ്യുവാനും തയ്യാറാണെന്നും തളിക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയിൽ വഴിക്കടവ ശ്രീരാമാനന്ദാശ്രമത്തിലെ ഡോക്ടർ ധർമാനന്ദ സ്വാമിയുടെ പ്രഭാഷണവും നടന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം മലപ്പുറം വിഭാഗ് സേവാ പ്രമുഖ് കെ.വി. രാമൻകുട്ടി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി ടി.പി. സുധീഷ്, തളിക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എൻ.എം. കദംബൻ നമ്പൂതിരി, പ്രേമകുമാരി, പ്രസന്ന ടീച്ചർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.